ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് ദുബായ്ക്കൊക്കെ പോയിരിക്കുകയാണല്ലോ. ആദർശിനെ കൊടുക്കാനുള്ള വഴികളൊക്കെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അബി. അതിന് പറ്റിയ പ്ലാനൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആദർശിനെ അങ്ങ് തീർക്കുക, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുക. ഇതൊക്കെയാണ് അബിയുടെയും ലക്ഷ്യം. അതിനായിട്ടുള്ള കരുക്കളൊക്കെ തന്നെ അബിയും ജലജയും കൂടെ നീക്കുന്നുണ്ട്. പോരാത്തതിന് ഒരു സൈഡിൽ കൂടെ നവ്യനെ എരിവിരി കയറ്റി കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അബിയുടെയും ജലജയുടെയും ഈ ചതി ഒന്നും മനസ്സിലാക്കാതെ തന്നെ നവ്യാണെങ്കിലും ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ്. എങ്ങനെയായാലും വേണ്ടില്ല, പണം ഉണ്ടാക്കണം. ആർക്കും ഇഷ്ടമല്ലെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ശത്രുക്കളുടെ വശത്ത് നിന്നുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയ ജ്വല്ലറിയൊക്കെ തുടങ്ങണമെന്നൊക്കെ അബിയോട് പറയുക. ഇതൊക്കെ കേട്ടിട്ട് നവ്യയെ പിന്തിരിപ്പിക്കാനൊന്നും അബി നോക്കുന്നില്ല. നവ്യയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് അബി ചെയ്യുന്നത്. എന്നാൽ ഈ സത്യങ്ങളൊക്കെ നവ്യയുടെ മുത്തശ്ശൻ തന്നെ വിളിച്ച് പറയുകയാണ്. പിന്നെ നവ്യ അതനുസരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ഓരോ പ്ലാനുകൾ ചെയ്യുന്നതും. അവസാനം നമ്മുടെ ജലജയുടെ അഹങ്കാരം സഹിക്കാനാവാതെ നവ്യ നേരെ ജലജയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് തന്നെ പറയുക ജലജയുടെ മുഖത്ത് നോക്കി. നിങ്ങളൊരു സ്ത്രീ കാരണം മാത്രമാണ് അബി ഇങ്ങനെയൊക്കെ ആയി തീർന്നെന്ന്, നിങ്ങളുടെ മോനെ ഇത്രത്തോളം വഴി തെറ്റിച്ച് അവന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരി നിങ്ങളാണെന്നൊക്കെ തന്നെ പറഞ്ഞ് ജലജ എല്ലാവരുടെ മുമ്പിൽ തള്ളി പറയുകയാണ് നവ്യ. ആ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അബി കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ തന്നെ നവ്യനെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ നവ്യയ്ക്ക് പുതിയൊരു പ്രോജക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെയും ഒരു പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒക്കെ നവ്യ തേടി വരികയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ നവ്യ മോഡേൺ ലുക്കിൽ റെഡിയായിട്ട് അഭിയും കൂട്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് താഴെ ഹോളിൽ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ഒക്കെ കൂടി തന്നെ എല്ലാവരും ഇരിപ്പുണ്ട്. അവരെയൊക്കെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് നവ്യ താഴോട്ട് ഇറങ്ങി വരുന്നത്. ജലജൻ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തന്നെ ജലജ അബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ നിങ്ങൾ എങ്ങോട്ടാ ഈ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുക, അത് ഇവക്കൊരു ഷൂട്ടുണ്ട്, പുതിയൊരു പ്രോജക്റ്റാ, അതില് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇവളെ ലൊക്കേഷനിൽ കൊണ്ട് വിടാനായിട്ട് ഞാൻ കൂടെ പോവാന്ന് തന്നെ പറയുക. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അബി നീ ഒരു കാര്യം മനസ്സിലാക്കണം, നവ്യ ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നതാ, പക്ഷെ സത്യങ്ങളൊക്കെ അറിയാവുന്ന ആള് നീ തന്നെയല്ലേ, അതുകൊണ്ട് നീ കുറെയൊക്കെ ഒതുങ്ങണം എന്ന് തന്നെ പറയുക. നവ്യെ നീ പറഞ്ഞു മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന് മോശമല്ലേ. അന്ന് തന്നെ നമ്മുടെ ശത്രുവശത്തുള്ള ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്ത പരസ്യം നീ കണ്ടില്ലേ, അതൊക്കെ നീ ഓർക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ചെയ്ത പരസ്യത്തിൽ എന്താ ഇപ്പം ഇത്ര കുഴപ്പമുള്ളത്, എനിക്ക് ആര് കാശ് തരുന്നോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് ജോലി ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നതും ഒരു ജോലി തന്നെയാ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ചിട്ടകളും കാര്യങ്ങളും ഒക്കെ. രാജഭരണം പോലെയാ ഇപ്പോഴും ഈ വീട് കഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നത്. അതിനൊത്ത ഒരു രാജാവും ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിൽ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചുമ്മാതെ ഇറങ്ങി പോകുന്നൊന്നുമല്ല. എൻ്റെ ഭർത്താവിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ പോകുന്നത്. അവനൊരു കുഴപ്പമില്ല, പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് തന്നെ ചോദിക്കാം. എൻ്റെ ഭർത്താവിന് ഒരു ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ പരസ്യത്തിലൊക്കെ അഭിനയിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഞാനും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് കാശുണ്ടാക്കുന്നത്. ഞങ്ങൾക്കും ഈ വീട്ടിൽ ജീവിക്കണ്ടേ, അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ തന്നെ നവ്യ ചോദിക്കാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല മോളെ, പക്ഷേ മോള് കുറച്ചുകൂടെ മാന്യമായ രീതിയിലുള്ള പരസ്യങ്ങൾ വേണം അഭിനയിക്കാൻ. ഇപ്പോൾ മോള് ധരിക്കുന്ന വസ്ത്രത്തിന്റെ രീതി വരെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുമ്പം ഇതുപോലുള്ള വസ്ത്രധാരണമൊക്കെ ആണെങ്കിൽ അതെല്ലാവരും കാണുകയല്ലേ മോളെ. നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും അയൽവക്കക്കാരും നമ്മൾ അറിയാവുന്ന എല്ലാവരും തന്നെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് നമ്മുടെ കുടുംബത്തിന് തന്നെ പേരുദോഷമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം മുത്തശ്ശി. അപ്പോൾ ഉടനെ നവ്യ പറയുന്നുണ്ട്, അതെന്ത് തന്നെ ആയാലും എനിക്കൊരു പ്രശ്നമില്ല, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അല്ല ഞാൻ ഏത് വസ്ത്രം ധരിക്കണം, ഞാൻ എങ്ങനെ ഇവിടെ നടക്കണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നത് ഞാനാ. എൻ്റെ ഇഷ്ടത്തിന് ഒരു നിയന്ത്രണം ഇല്ലെന്നൊക്കെയാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത്. പിന്നെ എന്തിനാ എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ ധരിക്കുകയുള്ളൂ. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രൊഫഷൻ അങ്ങനെയാണ്. പരസ്യങ്ങളൊക്കെ അഭിനയിക്കുമ്പം അങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളൊക്കെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ അതിൽ എന്തൊക്കെ പരിഷ്കാരങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. അതിലൊന്നും ആരും ഇടപെടുകയും അഭിപ്രായം പറയാനൊന്നും വരണ്ടെന്നൊക്കെ തന്നെ മുഖത്തടിച്ചതുപോലെ തന്നെ പറയുകയാണ് നവ്യ. എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നവ്യെ നീ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അമ്മ പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. ഇന്ന് വരെ ഈ തറവാട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. നീ അന്ന് ചെയ്ത പരസ്യം ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും നാണക്കേട് മാറിയിട്ടില്ല. നീ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ചെയ്താൽ അത് വലിയൊരു മാനക്കേട് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് അത്ര നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. പോരാത്തതിന് നമ്മുടെ എതിരാളികളുടെ ജ്വല്ലറിയിലാണ് നീ പോയി അഭിനയിച്ചിരിക്കുന്നത്. അത് നമുക്കുണ്ടാക്കുന്നത് ഒരു വെല്ലുവിളിയല്ലേ മോളെ. നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാ മോളെ അവർ തെരഞ്ഞു പിടിച്ച പരസ്യത്തിൽ അഭിനയിപ്പിച്ചെന്നൊക്കെ തന്നെ പറയുക. ജ്വല്ലറിക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമാണ് നീ അന്ന് ചെയ്തത്. ദുബായിലും നമ്മുടെ എതിരാളികൾ അവർ തന്നെയാ.
നമ്മളെ തകർക്കാനാ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആദർശാണെങ്കിൽ അങ്ങോട്ട് പോയിരിക്കുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാ. അങ്ങനെയുള്ളപ്പം ഇവിടെ അവരുടെ പരസ്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ അഭിനയിക്കാന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയല്ലേ മോളെ. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാർക്കറ്റിംഗ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ശത്രുക്കളെല്ലാം ഇത് കണ്ടിരുന്ന് ചിരിക്കും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അത്രയും മോശമായ ഒരു പരസ്യത്തിൽ മോൾ അഭിനയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതുപോലെ ഒരു പരസ്യത്തിലും ഇനി മോൾ അഭിനയിക്കേണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞെന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് ഇനി എന്നോട് ആരും ഒന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മായിയുടെ മരുമോളായ നയനയോട് പറഞ്ഞാൽ മതി. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊന്നും എന്നെ ആരും കൂടുതലൊന്നും പഠിപ്പിക്കാൻ വരണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാനും തീരുമാനിക്കാനും എനിക്കറിയാം. ആദ്യം അമ്മായിയുടെ മോനെ ആദ്യം പറഞ്ഞ് നേരെയാക്ക്. സ്വന്തം മോൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റൊന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല, അബിയും എന്തായാലും അതുപോലൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അയാൾ ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അനഘാന്ന് പറഞ്ഞ പെൺകുട്ടികളോട് എന്തുമാത്രം ദ്രോഹം അയാൾ ചെയ്തേക്കുന്നത്. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടില്ലേ? അനഘയെ തിരിഞ്ഞു നോക്കാൻ അയാൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഈ കൊച്ചിന്റെ അച്ഛൻ അയാൾ തന്നെയാണെന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച കാര്യമല്ലേ? അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നയൻ അയാളുടെ കൂടെ ജീവിക്കുന്നതും. എന്നിട്ട് അബിയോട് കാണിച്ചത് എന്താ? എന്തായാലും അയാൾ ചെയ്ത പോലെ പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ലല്ലോ എന്റെ അബി ചെയ്തത്. എല്ലാരും കൂടെ അവനെ എന്തുമാത്രം ക്രോഷിച്ചു. ജയിൽ പുള്ളി എന്നുള്ള പേരും വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ ആരും വരണ്ട. എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യവുമില്ല. അതുകൊണ്ട് ഇനി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അമ്മായിയുടെ മോന്റെ മരുമകളുടെയും കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ മതി. എന്റെ കാര്യത്തിൽ ആരും ഇടപെടാനും വരണ്ട. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് തന്നെ പറയുകയാണ് നവ്യ. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, നവ്യേ, നിനക്ക് ഇച്ചിരി അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. ഇതിനൊക്കെ നീ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. അവസാനം നീ തന്നെ ആയിരിക്കും കണ്ണീര് കുടിക്കാൻ പോകുന്നത്. ഇവിടെ പലരും ഇപ്പൊ പലതും വേണ്ടെന്ന് വെച്ചിരിക്കുന്നതേ നിന്റെയും ഇവന്റെയൊക്കെ നന്മയെ കരുതിയിട്ട് മാത്രമാ. അങ്ങനെ ഉണ്ടാകുമ്പം ഇപ്പൊ ഈ കാണിക്കുന്ന അഹങ്കാരം അതോടുകൂടി അങ്ങ് തീരുമെന്നൊക്കെ പറയാൻ കേട്ടോ. ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴേക്കും ആബിക്ക് പേടിയാവുകയാണ്. ഇനി അവരെങ്ങാനും സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ പേടിയാകുക. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, നവ്യെ, നീ നിർത്ത്. ഇവരോട് ഇനി തർക്കിക്കാനൊന്നും നിൽക്കണ്ട. നിനക്കറിയാവല്ലോ ഇവിടെ ഉള്ളവരുടെ എല്ലാം സ്വഭാവം. നമ്മൾ നന്നാകുന്ന ഒന്നും കാണുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് അതൊക്കെ അസൂയ. വാ നമുക്ക് പോകാന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് നവ്യനെ കൂട്ടിയിട്ട് അബി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ജലജ എല്ലാവരെയും ഒന്ന് നോക്കി ദഹിപ്പിക്കുന്ന പോലെയൊക്കെ ഒന്ന് നോക്കിയിട്ട് തന്നെ കൊച്ചിനെ എടുത്തുകൊണ്ട് മുകളിലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ അബിയും നവ്യയും കൂടെ പരസ്യത്തിൽ അഭിനയിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ജലജ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ ആ കൊച്ചിനെ അവിടോട്ട് കിടത്തുന്നുണ്ട്. ഇനി അവർ തിരിച്ചു വരുന്നവരെ ഈ കൊച്ചിനെ ഞാൻ നോക്കണമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ജലജയുടെ മോൾ അവന്തിക വിളിക്കുന്നത്. അങ്ങനെ അവന്തിക തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കൂടിയിട്ടാണ് കേട്ടോ ജലജയെ വിളിക്കുന്നത്. എന്നിട്ട് വിളിച്ചു പാടാൻ തന്നെ ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പം അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അഭിയേട്ടൻ്റെ കാര്യം എന്തായെന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം ജലജ പറയുന്നുണ്ട്, അവൻ്റെ കാര്യമൊക്കെ അതോ ഗതിയാ മോളെ. ഇപ്പം അവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയില്ലേ നവ്യ, അവളെ ചേർത്ത് പിടിച്ചിരിക്കുക. നിവർത്തിയില്ലാത്തതുകൊണ്ട് അവളുടെ ഒപ്പം നിൽക്കാന്ന് തന്നെ പറയുക. ഇപ്പം അവൾ കുറച്ച് പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാനായിട്ട് പോകുന്നുണ്ട്. അവള് രണ്ടും കൽപ്പിച്ച് തന്നെയാ മോളെ എന്നിങ്ങനെ ചോളയെന്ന് തന്നെ പറയുമ്പോഴേക്കും അവന്തിക ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ? നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടല്ലോ. പിന്നെന്തിനാ അവള് ഈ പരിപാടിക്കൊക്കെ പോകുന്നതെന്ന് തന്നെ ചോദിക്കാം. അമ്മയ്ക്കും ഏട്ടനും അവളെ തടഞ്ഞൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാം. അപ്പം ജലജ പറയുന്നുണ്ട്, എടി മോളെ, അതൊരു ബുദ്ധിപരമായ നീക്കം തന്നെയാ. നവി ഇപ്പം ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും അതിന്റെ പേരിൽ കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെ, അച്ഛനും അമ്മയും ഒക്കെ ഇപ്പൊ എതിരാണ് നവ്യക്ക്. അതുപോലെ നവ്യയുടെ അനിയത്തി ഉണ്ടല്ലോ നയന, അവളും ചേട്ടത്തി അനിയത്തിയും കൂടെ വീടിനകത്ത് ഇപ്പൊ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുക. നവ്യ ഒരുതരം വാശി തീർക്കുന്ന പോലെയാ അവളോട് ഇപ്പൊ പെരുമാറുന്നത്. ഞാനും അബിയും ഒക്കെ അതുകൊണ്ട് അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുവഴി നമ്മളെ വിഷമിപ്പിച്ചവരൊക്കെ കുറച്ച് അനുഭവിക്കട്ടെ മോളെ. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതാന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവളെ ചേർത്ത് നിർത്തിയേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ആകുമ്പോഴേക്കും അവൻ അവളെ ഒഴിവാക്കും മോളെ. അപ്പൊ അവന്തിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് എന്തായാലും വരുന്നുണ്ടല്ലോ. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ എനിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് തന്നെ പറയുക. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്താ മോളെ നിന്റെ ജോലിയുടെ കാര്യമല്ലേ ആണോ? നിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടത്താറുണ്ട്. അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. നീ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും തന്നെ നിന്റെ വിവാഹം നടത്തണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടെന്നൊക്കെ തന്നെ പറയുക. എന്തായാലും അനന്തപുരക്കാരെക്കാളും ഒട്ടും പുറകോട്ടല്ലാത്ത ഒരു ബന്ധം തന്നെ നിനക്ക് കിട്ടണം. ഇനിയിപ്പോൾ നീ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നിനക്ക് പെട്ടെന്ന് തന്നെ ഒരു വിവാഹം നടത്തണം. ഏത് നിമിഷവും ഈ വീടിനകത്തൊരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും മോളെ. അതിനു മുമ്പ് തന്നെ നിന്റെ വിവാഹം കൂടെ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
നിന്റെ വിവാഹം ഞാനും നിന്റെ ഏട്ടനും ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല നിലയ്ക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഏട്ടനും ഞാനും ഒക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്. വലിയൊരു കുടുംബകലഹത്തിലേക്ക് കാര്യങ്ങളൊന്നും കൊണ്ടെത്തിക്കാൻ നിൽക്കുന്നതെന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അമ്മേ അതിൻ്റെ കാര്യം ഓർത്ത് അമ്മ കൂടുതൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാനും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തോണ്ടാണ് വരുന്നത്. അതേ എൻ്റെ കാര്യത്തിൽ നടക്കുള്ളൂ എന്ന് തന്നെ പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? മോളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ അമ്മയോട് പറയാന്നൊക്കെ തന്നെ പറയുക. അപ്പൊ അവന്തിക പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, അത് വേറൊന്നുമല്ല, ആദർശേട്ടന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അയാളെ അങ്ങ് വിവാഹം കഴിച്ചാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പകുതിയും തീർന്നില്ലേ അമ്മേ? അപ്പൊ ജലജ ഇങ്ങനെ ആലോചിക്കാം, അല്ല മോളെ, നീ ഇതെന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അവന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, അതെങ്ങനെ നടക്കാനാ? നയന നയന എന്ന് പറഞ്ഞ അവനിപ്പോ ജീവൻ കളഞ്ഞ് നടക്കുക. അവനെ നിനക്ക് എങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റൂന്നാ നീ ഈ പറയുന്നത്? മാത്രമല്ല അവന് നിന്നെ പണ്ട് തൊട്ടേ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് പോട്ടെ, നയനെ ഇനി ഒഴിവാക്കിയെങ്കിലും അവനിപ്പോ 2 പിള്ളേരുടെ അച്ഛനല്ലേ. അവന് അവിഹിത ബന്ധത്തിലുണ്ടായ കൊച്ചിനെയും കൂടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുമല്ലേ. പോരാതെ തന്നെ നയനയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ ഒരുത്തിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിനക്ക് എന്താ മോളെ ഇത്ര നിർബന്ധമെന്ന് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ അവധിക പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ലമ്മേ. നമ്മളെയൊക്കെ അവരെത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടമ്മേ. അതിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണ്ടേ? അതിന് ഇതേ ഉള്ള ഒരു മാർഗം. നയനെയും കുഞ്ഞിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഞാൻ അയാളുടെ മനസ്സിൽ കയറി കൂടും. പിന്നെ ഞാൻ ഈ അനന്തപുരിയിലെ മഹാറാണിയായിട്ടങ്ങ് വാഴും. അമ്മയ്ക്കും അതുപോലെ അബിക്കും ഒന്നും ഇവിടുന്ന് ഒരിക്കലും ഇറങ്ങി പോകേണ്ടിയും വരത്തില്ല. അങ്ങനെയുള്ള ചില പ്ലാനുകളൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ട്. അതൊക്കെ എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്ന് തന്നെ പറയുക അവന്തിക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജയ്ക്ക് മനസ്സിലെ ലഡു പൊട്ടിയ സന്തോഷമാണ് കേട്ടോ. ജലജ പറയുന്നുണ്ട്, ഓ നീ അങ്ങനെയൊക്കെ ചിന്തിക്കാറായോ മോളെ? അത്രയൊന്നും ഞാനും ചിന്തിച്ചില്ല. പിന്നെ ഒരു കാര്യം മോളെ, ഇത് നിന്റെ ജീവിതത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും വേണം നീ ആലോചിക്കാൻ എന്നൊക്കെ തന്നെ പറയുക. നല്ലതാണെങ്കിൽ മോൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാന്നൊക്കെ തന്നെ പറയുക. എന്തായാലും മോൾ ഇനി ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് മോളുടെ ചേട്ടനോടും കൂടി ആലോചിച്ച് എല്ലാം വേണ്ട രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ തന്നെ പറയുക. അങ്ങനെ ഫോണൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ജലജ ഇങ്ങനെ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നയനെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എൻ്റെ മോൾ അവൻ്റെ ഭാര്യയായിട്ട് വരികയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നയനെ ഒഴിവാക്കിയിട്ട് അവൻ്റെ മനസ്സിലേക്ക് അവന്തിക മോൾ കയറി കൂടിയാ പിന്നെ ചന്തുമോള് അതിപ്പോ ഒരു പ്രശ്നമേ അല്ല. ആദർശിന്റെ ഭാര്യയായിട്ട് അവന്തികയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാമ്രാജ്യം മുഴുവൻ ഞങ്ങളുടെ കാൽച്ചുവട്ടിലാകും. പിന്നെ എല്ലാത്തിൻ്റെയും പൂർണ്ണ അവകാശം ഞങ്ങളായിരിക്കും തന്നെ പറയുക. ഏട്ടനും ഏട്ടത്തിമാരും ഒക്കെ എൻ്റെ കൺട്രോളിലാകും. അവരെ ഞാനൊരു പാഠം തന്നെ പഠിപ്പിക്കും. എല്ലാം ഈ പറയും പോലെ തന്നെ നടന്ന ഞാൻ ഇവിടെ ഒരു കലക്കും എന്നൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ ജലജ. അതേസമയത്ത് നമ്മുടെ നയനയ്ക്കാണെങ്കിലും ദേവ്യാനിക്കാണെങ്കിലും ഒരുപാട് വിഷമമൊക്കെയാണ് ആദർശ് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ അവരിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് കേട്ടോ. അതേസമയത്ത് നമ്മുടെ നവ്യ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അനന്തപുരിയിലോട്ട്. പതിവിലും താമസിച്ചാണ് നവ്യ തിരിച്ചു വരുന്നത്, അതും തനിച്ചാണ് വരുന്നത് കേട്ടോ. ജലജയൊക്കെ റൂമിലാണ് കേട്ടോ. ജലജ അബിയൊക്കെ കൂടിയിട്ട് ആ കുഞ്ഞിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് താഴെ ഹോളിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും നയനയും ഒക്കെ കൂടി എല്ലാവരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാത്രി സമയത്ത് നവ്യ തന്നെ തിരിച്ചു കയറി വരുന്നത്. നവ്യ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്ന കാണുമ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ നീ ഇന്ന് ഇത്രയും താമസിച്ച എന്താ? ഇപ്പൊ സമയം എത്രയെന്ന് മോക്കറിയാവോ എന്നിങ്ങനെ ചോദിക്കാം. എല്ലാവരും അത്താഴം കഴിച്ച് കിടക്കാൻ പോവുകയാണ്. നിന്റെ അമ്മായിമ്മയും ഭർത്താവും റൂമിൽ തന്നെ ഉണ്ട്. മോളെ ഇത്രയും നേരമായിട്ട് കാണാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മോള് വരുന്നതും കാത്ത് ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാ ദേവയാനി. മോള് രാവിലെ ഇവിടുന്ന് പോയതല്ലേ, എന്താ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളോടൊക്കെ മോൾക്ക് വെറുപ്പും ദേഷ്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും മോള് ഈ വീട്ടിലെ ഒരംഗമല്ലേ. മോള് രാവിലെ ഇവിടുന്ന് പോയതല്ലേ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഒറ്റയ്ക്ക് കറങ്ങി തിരിഞ്ഞ് നടക്കാൻ പാടില്ല മോളെ. ഓരോ ദിവസവും എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ സ്ഥലത്തും നടക്കുന്നതെന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് സംഭവം നടക്കാനാ? ഞാൻ പോയത് എന്റെ ജോലിയുടെ ഭാഗമായിട്ടല്ലേ. രാവിലെ അബിയാണല്ലോ എന്നെ ലൊക്കേഷനിൽ കൊണ്ട് വിട്ടത്. അതിനുശേഷം ഇപ്പം അവരാണ് എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടാക്കിയതും. അതിനിപ്പോ എന്താ ഇരിക്കുന്നത്? അതുപോലെ തന്നെയല്ലേ ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും ജോലിക്ക് പോകുന്നത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ മോളെ, പെൺകുട്ടികൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, അവരൊക്കെ ജോലിക്ക് പോകുന്നുമുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരുത്തനാ. നിന്നെ ആത്മാർത്ഥമായിട്ട് അവൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാ അവൻ നോക്കി നടക്കുന്നത്. അതുപോലുള്ള ഒരുത്തനായതുകൊണ്ടല്ലേ മോൾ ഇത്രയും നേരമായിട്ടും ഇങ്ങോട്ടേക്ക് വരാതിരുന്നിട്ട് പോലും മോൾ എവിടെയാ അതുപോലും അന്വേഷിക്കാതിരുന്നത്? ഈ വീട്ടിലെ പെൺകുട്ടികളാരും ഇങ്ങനെ പോയി ജോലി ചെയ്തിട്ടില്ല. അല്ല, നമ്മുടെ അനന്തപുരി തറവാട്ടിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടുമില്ല ഇതുവരെ. പക്ഷേ മോളിപ്പം ശത്രുവശത്ത് കൂടിയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ടാ മോളുടെ കാര്യം ഓർത്ത് ഞങ്ങൾക്ക് ഇത്ര ടെൻഷൻ എന്ന് തന്നെ പറയുക. അപ്പോൾ നവ്യ മുത്തശ്ശനോട് എടുത്തടിച്ച് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനു പേടിക്കണം? ഞാൻ ആരുടെ ശത്രുവശത്തോട് നടന്നു എന്നാ നിങ്ങൾ ഈ പറയുന്നത്?
ഓ, എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ ആരും പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയതുകൊണ്ട് ഞാൻ വന്നു കയറുന്ന സമയത്ത് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ. മോൾ അതിനെ ഇനി തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട. നമ്മുടെ കുടുംബം തകർക്കാനായിട്ട് പലരും കാത്തിരിക്കുന്നവരുണ്ട്. അവരൊക്കെയാണ് മോളെ കൊണ്ട് ഇപ്പം ആവശ്യം കാണുന്നതും. നമ്മളോട് പകരം വീട്ടാനുള്ള ഒരു മാർഗം അന്വേഷിച്ച് നടക്കുന്നവരായിരുന്നു അവരൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മോള് ജോലി ചെയ്യാൻ പോകുമ്പോഴേക്കും മോളും കുറച്ചൊക്കെ സൂക്ഷിക്കണം. മോളുടെ ഇഷ്ടാനുസരണം ജോലിക്ക് പോകണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. എന്നാലും മോള് ഇച്ചിരി കൂടി നേരത്തെ വീട്ടിലോട്ട് കയറി വരണം. മോള് കുറച്ചും കൂടി ഒന്ന് സൂക്ഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും നവ്യക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, വേണ്ട, എന്നോട് അങ്ങനെ ആരും സ്നേഹം കാണിച്ചുകൊണ്ട് വരണ്ട. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും താമസിച്ച് വന്നതും. അതിന് എൻ്റെ ഭർത്താവിനോ എൻ്റെ അമ്മായിമ്മയ്ക്കോ ഒരു കുഴപ്പവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര കുഴപ്പം? ഓരോ പ്രോജക്റ്റിനനുസരിച്ചായിരിക്കും ഞാൻ നേരത്തെ വരുന്നതും ലേറ്റായിട്ട് വരുന്നതും ഒക്കെ. ഞാൻ അതിൻ്റെ കാരണമൊക്കെ എൻ്റെ ഭർത്താവിനോട് വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ തന്നെ പറയുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ മതിയാക്ക്. നീ ആരോടെ ഈ പറയുന്നുള്ളത് നിനക്ക് ഓർമ്മ വേണം. മുത്തശ്ശൻ നിന്റെ നന്മയെ കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. മുത്തശ്ശനോട് ഇത്രയും അഹങ്കാരത്തോട് തർക്കുത്തരം പറയാനൊന്നും ആയിട്ടില്ല. നീ കാണിക്കുന്നതൊക്കെ അഹങ്കാരം മാത്രമാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. മോള് വരാൻ ഇത്രയും ലേറ്റ് ആകുമായിരുന്നെങ്കിൽ മോക്ക് അബിയെ വിളിച്ചിട്ട് അബിയുടെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വരായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് ഡ്രൈവറെ പറഞ്ഞു വിടുമായിരുന്നല്ലോ. ഇങ്ങനെ തോന്നിയാസം കാണിച്ചിട്ട് അവിടെ ഇവിടെ മറിഞ്ഞു തിരിഞ്ഞ് ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് കയറാൻ പറ്റത്തില്ല. ഇതുവരെ ഈ തറവാട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ മോൾ ഇപ്പം കാണിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അതിൻ്റെ ആഴം എത്രയാണെന്ന് മോൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുക. അല്ലെങ്കിൽ ഇപ്പം നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല. ഇതിനൊക്കെ നീ വിഷമിക്കേണ്ടി വരുമെന്നൊക്കെ തന്നെ മുത്തശ്ശി പറയുക. അപ്പം നവ്യക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് മുത്തശ്ശിയുടെ നേരെ കിടന്ന് ചാടുകയാണ്. കൈ ചൂണ്ടിയൊക്കെയാണ് കേട്ടോ മുത്തശ്ശിയോട് സംസാരിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾ ചിലപ്പം അനന്തപുരിയിലുള്ള വലിയ ആൾക്കാരായിരിക്കും. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് ഈ വീട്ടിലെ എൻ്റെതായ ഇഷ്ടങ്ങളും എൻ്റെതായ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇത്രയൊക്കെ കാണിച്ചതും പോരാഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ ഒരു ജയിൽ പുള്ളി ആക്കിയതും എല്ലാം നിങ്ങൾ തന്നെയാ. അന്നേരം ഒന്നും ഇല്ലാത്ത ദയം കാരുണ്യൊക്കെ ഇപ്പം മാത്രം എന്തിനാ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ മൂത്ത കൊച്ചുമോൻ ആദർശ്, അയാൾ ചെയ്ത തെറ്റുകളൊക്കെ കണ്ടിട്ടും നിങ്ങൾ അതൊന്നും വകവയ്ക്കാതിരുന്നില്ലേ? അയാൾക്ക് അവിഹിതത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ ഇവിടെ വന്ന് കയറിയപ്പോൾ നിങ്ങളെല്ലാവരും അയാളെ 2 കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ ചെയ്തത്. പോരാത്തതിന് ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തു. എൻ്റെ അനീതിയെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ അമ്മയായിട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾക്കറിയാം അവളുടെ ജീവിതം ഇല്ലാതായി പോകുന്നുള്ള കാര്യം. ഇത്രയൊക്കെ അയാൾ എൻ്റെ അനിയത്തിയോട് ക്രൂരത കാട്ടിയിട്ടുമേ അവളെല്ലാം ക്ഷമിച്ചും സഹിച്ചും അയാളുടെ കൂടെ ജീവിക്കുന്നത് എന്തിനാണെന്നറിയാവോ? തിരിച്ചു ചെന്ന് എൻ്റെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട് മാത്രമാണ്. ഇത്രയൊക്കെ ക്രൂരതകൾ അയാൾ കാണിച്ചിട്ടും അയാളുടെ തെറ്റ് മാത്രം ആർക്കും കണ്ണി കാണൂല. ഞാനും എൻ്റെ അഭിയും ചെയ്യുന്ന മാത്രമേ എല്ലാവരും കാണുകയുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് മാറി ചിന്തിച്ചൂടെ? നിങ്ങൾക്ക് അവരാണ് വലുതെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോളാം എന്നൊക്കെ തന്നെ മുത്തശ്ശിയുടെ നേർക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യ പറയുക. ഇത് കേട്ടിട്ട് മുത്തശ്ശന് നല്ല ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ ചാടി എഴുന്നേറ്റിട്ട് നവ്യയുടെ നേരെ നോക്കി പറയുന്നുണ്ട്, നവ്യേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയാണ് ഈ സംസാരിക്കുന്നത്. അതും മുത്തശ്ശിക്ക് നേർക്ക് വിരളി ചൂണ്ടി സംസാരിക്കാറായോ നീ എന്നെ ചോദിക്കുക? നിനക്കറിയോ വസുന്ധരയൊക്കെ ജീവിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം? ഇപ്പോഴും ഈ വീട്ടിലുള്ള എല്ലാവരോടും വസുന്ധരയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് ഉള്ളത്. നിങ്ങളൊക്കെ എത്ര തെറ്റ് ചെയ്താലും അവരോടൊക്കെ ക്ഷമിക്കാനാ വസുന്ധര പറയുന്നത്. എന്നിട്ടും നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വലിയ കഷ്ടമാണ് നവ്യെ. ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഒരു ഗതികേട് തന്നെയാണ്. ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരും തന്നെ ഞങ്ങളോട് ഇതുപോലെ സംസാരിച്ചിട്ടില്ല. എല്ലാവരോടും വളരെ മാന്യമായ രീതിക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും ആദരവ് കാണിക്കേണ്ടവരെ ആദരിച്ചും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത്. നിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പം അതൊന്നും ഉപദേശിച്ചത് ഇത്ര വലിയ തെറ്റായി പോയോ നിനക്ക്? നീ എന്ത് കണ്ടിട്ടാ ഇപ്പൊ ഇത്ര അഹങ്കരിക്കുന്നത്? അപ്പോഴേക്കും നവ്യക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയാ, അടുത്ത ആൾ ഇപ്പൊ ഭരണത്തിനെത്തി. നിങ്ങൾ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. എനിക്കത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയുക. അല്ല, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് തന്നെ ചോദിക്കാം കേട്ടോ മുത്തച്ഛനോട്. നിങ്ങൾ കൂടെ പറയാറുണ്ടല്ലോ, എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ നന്മയെ കരുതിയിട്ടാണ്, എൻ്റെ ജീവിതം ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ളത്. അതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തുറന്നു പറയണം. അല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ അത് മൂടി മറച്ച് വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നെ അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ അത് ആദ്യം എന്നെ അറിയിക്കുക ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുക. അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് വിളിച്ച് പറഞ്ഞുകൂടെ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ മറച്ചു വയ്ക്കാൻ നോക്കുന്നത്? അവയെക്കുറിച്ച് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? അത് എന്നോട് തുറന്ന് പറയാൻ മേലാത്തതിന് കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കാനോ കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി അത് പിന്നെ ചേച്ചിയോട് ഈ കാര്യം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. അത് പറഞ്ഞാലും ചേച്ചി അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല.
അതറിയുമ്പോൾ ചേച്ചി ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലെന്നൊക്കെയുള്ള പേടിയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ചേച്ചിയോട് പറയാനെന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്ത് കടുങ്കൈ ചെയ്യുമെന്നാണ് നീ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു ഇരുട്ട് ഇനി വരാനില്ല. വന്നതൊക്കെയും ധാരാളമാണെന്നൊക്കെ തന്നെ പറയുക. അതുകൊണ്ട് എന്ത് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് നേരിട്ട് ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്നോട് പറയണം. അതറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുക. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയും നവ്യോട് ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല നയനമോളെ. നവ്യേ, നിന്റെ ഭർത്താവ് അഭി ഉണ്ടല്ലോ, അവൻ നിന്നെ ചതിക്കുകയാണ്. ജലജയും അതിന് കൂട്ടു നിൽക്കുക ചെയ്യുന്നത്. ഈ കുടുംബത്തിലുള്ളവരെ എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അതുങ്ങൾ രണ്ടും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഇപ്പം അവരുടെ പക്ഷത്തോട്ട് ചേർത്ത് അവർ ഓരോ കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരുന്നത്. ഈ കുടുംബത്തിൽ ഒരു കലഹം സൃഷ്ടിക്കാനാ അവർ അമ്മയും മോനും ശ്രമിക്കുന്നത്. ഇവിടെ നടക്കുന്നതൊക്കെ എന്താണെന്ന് മോളും കൂടെ മനസ്സിലാക്കണമെന്നൊക്കെ തന്നെ പറയുക. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ നടക്കുന്ന എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തുറന്നു പറയാന്ന് തന്നെ പറയുക. അവരാരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടും ചെവി കൊണ്ട് തന്നെ കേട്ട് ബോധ്യപ്പെട്ടിട്ടും തന്നെയാണ് ഞാൻ എൻ്റെ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അല്ലാതെ അവർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ എൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തിയെന്നൊക്കെ തന്നെ നവ്യ പറയുന്നുണ്ട്. എൻ്റെ അഭിമാനവും എൻ്റെ അന്തസ്സും ഒന്നും ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ സമാധാനപൂർവ്വം ഞങ്ങൾ പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. നിന്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാണ് ഇതിലെ ഓടി നടക്കുന്ന ഈ ചന്തുമോള്. നീ പല പ്രാവശ്യം ചന്തുമോളെ ഉപദ്രവിച്ചിട്ടില്ലേ? അച്ഛനില്ലാത്ത കുഞ്ഞെന്നോ അമ്മയില്ലാത്ത കുഞ്ഞെന്നോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന കുഞ്ഞാന്നോ ആർക്കോ അവിഹിതത്തിൽ പിഴച്ചു പറ്റ സന്തതിയാന്നൊക്കെ നീ പറഞ്ഞല്ലോ. ആ കുഞ്ഞ് ആരാന്നറിയാവോ? നിന്റെ ഭർത്താവിന് അനഘയിലുണ്ടായ കുഞ്ഞാണ് ചന്തുമോള്. അനഘ ഈ വിധത്തിൽ ദ്രോഹിച്ചിരിക്കുന്നത് ആദർശല്ല, അബിയാണ്. ആ കുട്ടിയോട് ഇത്രമേൽ ക്രൂരത കാണിച്ചത് അബിയാണെന്ന് എന്നൊക്കെ പറയുക. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, ഓ അപ്പൊ പുതിയ കഥയും മനഞ്ഞോണ്ടാണല്ലേ വന്നിരിക്കുന്നത്? ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, എൻ്റെ അബിയാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്തെന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? എൻ്റെ അബിയോട് എന്താ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാതിരുന്നത്? അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് അബിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരുന്നത്? അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അതിനൊക്കെ ഒരു കാരണമുണ്ട്. നീ പ്രസവിച്ച് എഴുന്നേറ്റ് കൈക്കുഞ്ഞുമായിട്ട് ഇവിടെ കയറി വന്നപ്പോഴാണ് അറിഞ്ഞത് അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം. ആ നിമിഷം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താകും? നീ ആ കൈക്കുഞ്ഞുമായിട്ട് ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ലേ? അല്ലെങ്കിൽ മോൾ എന്തെങ്കിലും കടുങ്ങി ചെയ്താൽ എന്ത് ചെയ്യും? അതൊക്കെ സഹിക്കാൻ പറ്റില്ലെന്ന് ഓർത്തിട്ട് ആ മോളുടെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. മോളുടെ സ്വഭാവം മോളുടെ അനിയത്തിമാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്നതുകൊണ്ടാ അവരും ഇതെല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. ഈ സത്യം ഇനി അറിയാൻ നിങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. മോളുടെ അമ്മായിമ്മയ്ക്ക് പോലും അബിയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്നുള്ളത് അറിയില്ല. ബാക്കി എല്ലാവർക്കും തന്നെ ഇതൊക്കെ അറിയാം. പിന്നെ അതിന് തെളിവ് വേണമെന്നല്ലേ നീ പറഞ്ഞത്? അബിയുടെയും ചന്തുമോളുടെയും ആദർശിന്റെയും ഒക്കെ കൂടെ മുടിനാരെടുത്തിട്ടുള്ള DNA ടെസ്റ്റ് അതിവിടെ നയനയുടെ ആദർശിന്റെയും കയ്യിലുണ്ട്. അത് മറച്ചു വെച്ചത് നീ ഇവിടുന്ന് പിണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നും പറയുക. അപ്പോഴേക്കും നയനയുടെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നീ പോയി ആ DNA ടെസ്റ്റ് എടുത്തോണ്ട് വരാൻ. നയന വേഗം തന്നെ പോയി ആ DNA ടെസ്റ്റ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ട് നവ്യനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നവ്യ അത് പെട്ടെന്ന് തന്നെ മേടിച്ച് തുറന്നൊക്കെ നോക്കിയാണ് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ചേച്ചി ഇത് ഞങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല. ചേച്ചിയുടെ ജീവിതം തകരണ്ടെന്ന് ഓർത്തിട്ട് മാത്രമാ ഇവരെല്ലാവരും ഇത് സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചി ഇത്ര നേരം എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോയത് അതുകൊണ്ട് മാത്രമാ. അത് ചേച്ചി മനസ്സിലാക്കണമെന്നും പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും നവ്യ അങ്ങ് സ്തംഭിച്ചു പോവുകയാണ്. വാ പൊത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നവ്യ കരയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആശ്വസിപ്പിച്ചുകൊണ്ട് ചെല്ലുകയാണ് മുത്തശ്ശി. മോളെ നവ്യ, മോളിങ്ങനെ കരയേണ്ട ആവശ്യമൊന്നും ഇല്ല. മോള് കരയണ്ട. മോളുടെ കണ്ണില് ഇത്ര നാളും ആദർശം നയനയൊക്കെ ആയിരുന്നല്ലോ തെറ്റുകാര്. അതുകൊണ്ടാണല്ലോ മോൾ എല്ലാവരോടും ഇങ്ങനെ പെരുമാറിയത്. മോളെ അബിയും ജലജയും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് മോളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയല്ലായിരുന്നോ? അതുകൊണ്ട് മോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. മോളുടെ കാഴ്ചയിൽ ഞങ്ങളൊക്കെ ആയിരുന്നു തെറ്റുകാരെന്നൊക്കെ തന്നെ പറയുക. അതുകൊണ്ട് മോള് ഞങ്ങൾക്ക് മനസ്സിലാവും മോളുടെ അവസ്ഥ എന്നൊക്കെ തന്നെ പറയുകയാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശി എന്നോട് മാപ്പാക്കണം, ഞാനിതൊന്നും അറിയാതെയാണ് സംസാരിച്ചതെന്നൊക്കെ പറയുക. എന്നിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ കാൽക്കൽ വീണ് തന്നെ കരയുകയാണ് കേട്ടോ നവ്യ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി എനിക്ക് ആ തെറ്റ് തിരുത്തണം, എനിക്ക് അനഘയെ കാണണം, അനഘയോട് ചെന്ന് മാപ്പ് പറയണം എന്നൊക്കെ തന്നെ പറയുക. അങ്ങനെ നവ്യ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് കേട്ടോ. ജലജ അബി ഒന്നും താഴെ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും അറിയുന്നുമില്ല. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയിട്ടും അവരുടെ മുമ്പിൽ ഒന്നും അറിയാത്തവളെ പോലെ തന്നെ നവ്യ അഭിനയിക്കുകയാണ്. അങ്ങനെ നവ്യ അനഘയെ കാണാനൊക്കെ ആയിട്ടും പോകുന്നുണ്ട്. അങ്ങനെ അനഘയുടെ അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് അനഘയെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നവ്യ അവിടെ ചെന്നിട്ട് അനഘയെ നേരെ അനന്തപുരിയിലോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു തീരുമാനം വേണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നവ്യ അതിനൊട്ടും തന്നെ സമ്മതിക്കുന്നില്ല. നവ്യ അപ്പോഴും പറയുന്നത്, എന്നെ ചതിച്ചവർക്കൊക്കെ നല്ലൊരു തിരിച്ചടി തന്നെ എനിക്ക് കൊടുക്കണം, അതുകൊണ്ട് അനഘ എന്തായാലും അനന്തപുരിയിൽ വന്ന് താമസിക്കണം എന്നൊക്കെ തന്നെ പറയുക. അങ്ങനെ അവസാനം നവ്യയുടെ ആവശ്യത്തിനായിട്ട് എല്ലാവരും വഴങ്ങി കൊടുക്കുകയാണ്. അങ്ങനെ അനഘയെ അവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ജലജ നവ്യയെ ചൂട് പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക.
കണ്ടില്ലേ മോളെ, ഇപ്പൊ എന്തായി? ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അവളുടെ അസുഖങ്ങളൊക്കെ ഭേദമായി കഴിയുമ്പം അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നൊക്കെ ഉള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ ആയില്ലേ എന്നൊക്കെ തന്നെ ചോദിക്കുക. അപ്പൊ നവ്യ അവരെ എതിർത്തോണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നല്ലൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് തന്നെ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് നവ്യ. അങ്ങനെ അനഘയും സന്തുമോളെയൊക്കെ ഒളിഞ്ഞും മറിഞ്ഞ് നമ്മുടെ ജലജ അബിയൊക്കെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. ഒരു ദിവസം നമ്മുടെ അനഘയെ ജലജ ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്നതൊക്കെ കേൾക്കുകയാണ് നവ്യ. അത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന നവ്യ ജലജയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ അനഘയെ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവളോട് എന്തിനാ ഇങ്ങനെ മോശമായ രീതിക്ക് സംസാരിക്കുന്നതൊക്കെ തന്നെ ചോദിക്കാം. അപ്പൊ ജലജ പറയുന്നുണ്ട്, അല്ല മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെ ഒരു പിഴച്ചവളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതോടെ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവളെ താമസിപ്പിക്കാൻ അച്ഛൻ വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തായിരുന്നല്ലോ. എന്നിട്ട് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്ന എന്താ? ബാക്കിയുള്ളവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കാനാണോ എന്നൊക്കെ തന്നെ ചോദിക്കാം. ആദർശ് വഴിപഴപ്പിച്ച് ഈ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ചോദിക്കാം. അവളെ ആ വീട്ടിൽ തന്നെ കിടത്തിയിട്ട് അവിടെ ഒരു ഹോം നേഴ്സിനെയും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ പോരായിരുന്നോ? ഇപ്പൊ ഇവളെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്നൊക്കെ തന്നെ ചോദിക്കാം. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇവളെ ഇപ്പൊ ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാ, ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനാന്ന് തന്നെ പറയാ. അപ്പോൾ ജലജയ്ക്ക് അങ്ങ് അത്ഭുതമായിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട എന്ത് കാര്യമാ ഉള്ളതെന്ന് തന്നെ ചോദിക്കാം. അപ്പോഴേക്കും നമ്മുടെ നവ്യ ജലജയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറയുക, ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മോൻ കാരണമാണ് ഇവക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. നിങ്ങളുടെ മോൻ വഴിപഴപ്പിച്ച പെണ്ണാ ഇവള്. ഇവളിൽ അവനുണ്ടായ കുഞ്ഞാ ചന്തുമോള്. നിങ്ങളുടെ മകൻ അബി ഒറ്റ ഒരാൾ കാരണമാ ഈ പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവൾ ഇങ്ങനെ ഇവിടെ തന്നെ ജീവിക്കും. ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇനി നോക്കും. അതിനു വേണ്ടിയിട്ട് തന്നെയാ ഇവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്. നിങ്ങളുടെ മോനുണ്ടല്ലോ, അവൻ എന്നെ ചതിക്കുകയായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങൾ അവൻ ചതിച്ചിട്ടുമുണ്ട്. അതിലൊരാൾ മാത്രമായി ഈ അനഘ. ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ. നിങ്ങൾ കാരണം അവൻ ഇത്രയും വഷളായി പോയത്. നിങ്ങളുടെ വളർത്തുഗുണം കൊണ്ടാ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെയായി പോയത്. നിങ്ങളുടെ മകനാ ഈ തറവാട്ടിലെ എല്ലാ തെറ്റുകളും ചെയ്തു കൂട്ടുന്നത്, അല്ലാതെ ആദർശേട്ടനല്ല. കുറച്ച് ദിവസമെങ്കിലും ഞാൻ ഇതിന്റെ പേരിലൊക്കെ ആദർശേട്ടനെ തെറ്റിദ്ധരിച്ചു പോയി. അതിന്റെ പേരിൽ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഉപദ്രവിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അയാളോട് ഞാനിപ്പോൾ മാപ്പ് ചോദിക്കാന്നൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞ് നവ്യ ജലജയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മോനെയും ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ഇനി അനഘയെ ഉപദ്രവിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ നിങ്ങളുടെ മോനെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് എല്ലാത്തിനും കാരണം നിങ്ങളുടെ മോനാണെന്നും പറഞ്ഞാൽ ഞാൻ അവനെ കോടതിയിൽ കയറ്റും. വീണ്ടും ഞാൻ അവനെ ജയിലിലാക്കും. അവന് ജീവപര്യന്തം തന്നെ ഞാൻ മേടിച്ചു കൊടുക്കും. അവനിനി പുറം ലോകം കാണില്ല. അങ്ങനെ ഞാൻ അവനെ അതിനകത്തിട്ട് പൂട്ടും. നിങ്ങൾ വെറുതെ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ നിൽക്കരുതെന്നൊക്കെ തന്നെ പറഞ്ഞ് ജലജനെ ഒന്ന് മിരട്ടി നിർത്തുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഹൈപ്പ്